2022 നവംബർ മാസം 17 USA ബോസ്റ്റൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിൽ സംസാരിച്ച വ്യക്തി, സർ, എന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബാസ്റ്റണിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ആ അപ്പാർട്ട്മെന്റിലുള്ള ഒരു വീട്ടിൽ എന്റെ ഭാര്യ ഇടയ്ക്കിടെ ജോലി നോക്കാനായി പോകും. അങ്ങനെ ഒരു ദിവസം വീട് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയം ഫ്രീസറിനുള്ളിൽ 4 പെട്ടികളുള്ളത് ശ്രദ്ധിച്ചു. കണ്ടയുടനെ ആ പെട്ടിക്കുള്ളിൽ എന്താണ് എന്നറിയാനായി അവൾക്കൊരാഗ്രഹം തോന്നി. പക്ഷേ അത് സ്വന്തം വീടല്ലല്ലോ, അതുകൊണ്ട് അവൾ അതൊന്നും തൊട്ടുപോലും നോക്കിയില്ല. എങ്കിലും അതിനുള്ളിൽ എന്താകും എന്ന ചിന്ത അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു. തുറന്ന് നോക്കണമെന്നുള്ള ആകാംക്ഷയിൽ കൗതുകത്തോടെ ആ 4 പെട്ടികളും തുറന്നു. അവളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ 4 പെട്ടിക്കുള്ളിലും 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലാതെ ഭയന്ന് അവൾ ഉടൻ തന്നെ എന്നെ വിവരമറിയിച്ചു. ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് വന്ന് നോക്കുമോ എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ട് അയാൾ ആ കോൾ കട്ട് ചെയ്തു. ആദ്യം പോലീസുകാർ കരുതിയത് ആരെങ്കിലും പ്രാങ്ക് ചെയ്തതായിരിക്കും, കോൾ ചെയ്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കുമെന്നാണ്. എന്ത് തന്നെ ആയാലും അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അയാൾ പറഞ്ഞ അപ്പാർട്ട്മെന്റിൽ ചെന്ന് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് തുറന്നു നോക്കി. ആ കോളിൽ പറഞ്ഞതുപോലെ 4 പെട്ടികൾ ഉണ്ടായിരുന്നു. ആ പെട്ടി ഓപ്പൺ ചെയ്തപ്പോൾ അകത്ത് ഒരു തിൻ ഫോയിൽ കൊണ്ട് ചുറ്റപ്പെട്ട നിലയിൽ 4 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ലഭിച്ചത്. 4 കുഞ്ഞുങ്ങളും തണുത്തുറച്ച അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ ആ 4 കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഫ്രീസറിനുള്ളിൽ വന്നത്? ഇത് ആര് ചെയ്തിട്ടുണ്ടാകും? ആ കുഞ്ഞുങ്ങളുടെ അമ്മ ആരാണ്? സത്യത്തിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? ആ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അതിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടെന്ന്. പോലീസുകാർ ഉടൻ തന്നെ അവരുടെ അന്വേഷണം ആരംഭിച്ചു. ആദ്യമായി ഇവർക്ക് ഫോൺ വിളിച്ച് വിവരം നൽകിയ ആ വ്യക്തി അയാളിൽ നിന്നും തന്നെ ആരംഭിച്ചു. അയാൾ പറഞ്ഞത്, ഞങ്ങളും ഇതേ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ഞാൻ, എന്റെ ഭാര്യ, ഞങ്ങളുടെ മകൾ, എനിക്ക് ഒരു സഹോദരിയുമുണ്ട്. സഹോദരിയുടെ പേര് അലക്സസും ഇതേ അപ്പാർട്ട്മെന്റിലാണ് മറ്റൊരു വീടെടുത്ത് താമസിക്കുന്നത്. എന്നാൽ അവസാന ചില മാസങ്ങളായി എന്റെ സഹോദരിക്ക് സുഖമില്ല. അതുകൊണ്ട് അവളുടെ വീട്ടിലുള്ള ജോലികളെല്ലാം എന്റെ ഭാര്യയാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഭാര്യ ഇടയ്ക്കിടെ ആ വീട് വൃത്തിയാക്കാനൊക്കെ പോകും. അങ്ങനെ പോയപ്പോഴായിരുന്നു ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടായിരുന്ന 4 ബോക്സ് കണ്ടത്. കണ്ടയുടനെ ഭാര്യ വല്ലാതെ ഭയന്നുപോയി. ഉടൻ തന്നെ എന്നോട് കാര്യം പറഞ്ഞു. ഫ്രീസർ ബോക്സിനുള്ളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. നിനക്ക് ഭ്രാന്താണോ? ഫ്രിഡ്ജിലെ ഫ്രീസറിനുള്ളിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വരിക? നിനക്കിതൊക്കെ തോന്നിയതായിരിക്കും എന്ന രീതിയിലായിരുന്നു ഞാൻ അവളോട് പറഞ്ഞത്. പക്ഷെ അവൾ തിരിച്ചെന്നോട് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, എന്നാൽ ഒരു തവണ നിങ്ങൾ വന്ന് അതൊന്ന് തുറന്നു നോക്കുക, നിങ്ങൾക്ക് സത്യം മനസ്സിലാകുമെന്നും പറഞ്ഞു. അവളുടെ ആ ഒരു കൺഫ്യൂഷൻ അവസാനിപ്പിക്കാമെന്ന ചിന്തയിലായിരുന്നു ഞാനും ആ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നത്. ഫ്രിഡ്ജിലെ ഫ്രീസർ ഓപ്പൺ ചെയ്ത് നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ 4 ബോക്സുകളും തുറന്നു. ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് അപ്പോഴായിരുന്നു മനസ്സിലായത്. അകത്ത് 4 ചെറിയ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി, പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇനിയും സമയം കളയണ്ട എന്ന് തീരുമാനിച്ച് ഉടൻ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയം കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. റിപ്പോർട്ടും ലഭിക്കുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞത് 4 കുഞ്ഞുങ്ങളും ജനിച്ച് 37 മുതൽ 40 ആഴ്ച ആയിട്ടുണ്ടാകും. ആ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി പോലും ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. 2 കുട്ടികളുടെ പൊക്കിൾ കൊടി അറുത്ത് മാറ്റിയിട്ട് കൂടില്ലായിരുന്നു. തുടർന്ന് ആ 4 കുഞ്ഞുങ്ങളുടെയും DNA പരിശോധിച്ചു. ആ 4 പേരും സഹോദരന്മാരാണെന്ന് മനസ്സിലായി. അതായത് ആ 4 പേരും ഒരേ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോഴായിരുന്നു പോലീസുകാർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ തുടങ്ങി. ഈ 4 പേരും ഒരേ സമയം ജനിച്ചിരിക്കാൻ സാധ്യതയില്ല. ഓരോ കുട്ടികൾക്കുമിടയിൽ 1-2 വർഷമെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. 37 മുതൽ 40 ആഴ്ചയ്ക്കുള്ളിൽ ജനിച്ചിരിക്കാമെന്നല്ലേ റിപ്പോർട്ടിൽ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വെച്ചാലും 4 കുഞ്ഞുങ്ങളും എങ്ങനെയാണ് മരിച്ചത്? ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ നിന്നും മരിച്ചാണോ പുറത്തേക്ക് വന്നത്? അങ്ങനെ നോക്കിയാലും 1-2 കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു ജനിച്ചിട്ടുണ്ടാകാം.
പക്ഷെ 4 കുഞ്ഞുങ്ങൾക്കും എങ്ങനെയാണ് സമാനമായി സംഭവിക്കുക? ഒരു പക്ഷേ ഈ 4 കുഞ്ഞുങ്ങളും ജനിച്ചതിന് ശേഷം ആരെങ്കിലും അവരെ കൊന്നിട്ടുണ്ടാകുമോ? ഇങ്ങനെയും ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തിനു കൊല്ലണം? ഇങ്ങനെ പല ചോദ്യങ്ങൾ പോലീസിന് വന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് യാതൊരു ഉത്തരവും ലഭിച്ചില്ല. കാരണം 4 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. കൂടെ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലൊന്നും യാതൊരു പരിക്കുകളുമില്ല. അപ്പോ കുഞ്ഞുങ്ങളെ ആരും ടോർച്ചർ ചെയ്തിട്ടില്ല, കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. കുഞ്ഞുങ്ങളുടെ വയറ് പരിശോധിച്ചപ്പോൾ വയറ് ശൂന്യമാണ്. അവർ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. പാലുപോലും ഉള്ളിലേക്ക് പോയിട്ടില്ല. വയറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്നെങ്കിലും പരിശോധിക്കാമായിരുന്നു. പക്ഷെ വയർ എംറ്റിയാണ്. അപ്പോ ഈയൊരു രീതിയിലും കുഞ്ഞുങ്ങളെ കൊല്ലാൻ സാധ്യതയില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അലക്സിസ് തന്നെ പറയണം. പോലീസ് നേരിട്ട് ആ അപ്പാർട്ട്മെന്റിലുള്ള 60 വയസ്സുള്ള അലക്സിസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ പോലീസുകാർ എത്ര ചോദിച്ചിട്ടും അലക്സിസ് ഒന്നും പോലും മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത്? അലക്സിസ് സത്യത്തിൽ ആരാണ്? അവൾ ജനിച്ചതും വളർന്നതും എല്ലാം മെറിലാൻഡിലാണ്. അങ്ങനെ വളർന്ന് ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ബോസ്റ്റണിലേക്ക് വന്നത്. അടുത്ത ചില വർഷത്തിൽ തന്നെ അവളുടെ അച്ഛൻ, അമ്മ 2 പേരും മരിച്ചു. 1980 അലക്സിസ് ബോസ്റ്റണിൽ തന്നെ ഒരു അക്കൗണ്ടിംഗ് ജോലി ലഭിച്ചു. അവിടെ അവൾ സ്ഥിരമായി ജോലിക്ക് പോകാനും തുടങ്ങി. 1982 അവൾ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. ആ അപ്പാർട്ട്മെന്റിലാണ് അവൾ ഇന്നുവരെയും താമസിക്കുന്നത്. ആദ്യമായി ആ അപ്പാർട്ട്മെന്റ് കണ്ട ഉടനെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് വളരെ മനോഹരമാണെന്ന് അവൾക്ക് തോന്നി. അത് വാങ്ങാനും തീരുമാനിച്ചു. അങ്ങനെ 1983 അവൾ തീരുമാനിച്ചതുപോലെ ആ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. അലക്സിസ് തുടർന്ന് 40 വർഷമായി ഒരേ ഓഫീസിലാണ് ജോലി ചെയ്തത്. അവസാനത്തെ 2 വർഷമായി അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് മാത്രം ജോലിക്ക് പോകുന്നതും അവസാനിപ്പിച്ചു. ഇത് കേട്ട പോലീസുകാർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. എന്ത്, 40 വർഷം വരെയും ഒരേ കമ്പനിയിലോ? അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിൽ അന്വേഷിച്ചാൽ അലക്സിസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അങ്ങനെ ഉടൻ തന്നെ അലക്സിസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ആ കമ്പനിയിലെത്തി അവളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും വലിയൊരു വിവരം ലഭിക്കും. അതിലൂടെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാം, സോൾവ് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ പോയ പോലീസുകാർക്ക് വലിയൊരു നിരാശയായിരുന്നു അവിടെ കാത്തിരുന്നത്. അവിടെ ജോലി ചെയ്തിരുന്നവരെല്ലാം അലക്സിസിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അവൾ അവിടെ ജോലി ചെയ്ത 40 വർഷത്തിൽ വലിയ അവധികളൊന്നും അവൾ എടുത്തിട്ടേയില്ല. ഒരു വർഷത്തിൽ 1-2 തവണ അത്രമാത്രം. അതും ഈ 2 ദിവസത്തെ ലീവ് തുടരെ എടുക്കില്ല. ഒരു ദിവസം ലീവ് എടുക്കും, അടുത്ത ദിവസം അവൾ ജോലിക്ക് വരും. വളരെ ഉത്തരവാദിത്വമുള്ള, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നും പറഞ്ഞു വന്നാൽ ആ കമ്പനിയിൽ അവരെപ്പോലെ ആരും തന്നെ ജോലി ചെയ്യില്ല എന്നും പറഞ്ഞു. മറ്റൊരു കാര്യം അവർ എടുത്തു പറഞ്ഞത്, ഞങ്ങളെല്ലാം വേനൽക്കാലത്തായിരുന്നു വളരെ ലൂസായ വസ്ത്രം ധരിക്കുക. എന്നാൽ അലക്സിസ് എപ്പോഴും ഇങ്ങനെ ലൂസായ വസ്ത്രം മാത്രമേ ധരിക്കൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു തവണ അവരോട് ചോദിച്ചു. എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഇഷ്ടമെന്നായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് പോലീസുകാർ അലക്സിസിന്റെ കുടുംബജീവിതം, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഓഫീസിലുണ്ടായിരുന്നവരെല്ലാം വല്ലാതെ ഞെട്ടി. എന്ത്, കുട്ടികളോ? അലക്സിസിന് അങ്ങനെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അലക്സിസിന് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന കാര്യം നിങ്ങൾ പറഞ്ഞു മാത്രമേ ഞങ്ങൾക്കറിയൂ. അലക്സിസ് ഒരു സിംഗിൾ ലേഡി എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട പോലീസുകാർക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഇവർ പറയുന്നത് വച്ച് നോക്കിയാൽ അപ്പോ ഫ്രീസറിനുള്ളിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അത് അലക്സിസിന്റെ കുഞ്ഞുങ്ങളല്ലേ? മറ്റാരുടെയെങ്കിലും കുഞ്ഞുങ്ങളായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് എങ്കിലും ലഭിക്കണമായിരുന്നു. കുഞ്ഞുങ്ങളെ കാണാതായെന്നോ തട്ടിക്കൊണ്ടുപോയെന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് വന്നിരിക്കണം. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായും ഈ കുഞ്ഞുങ്ങൾ അലക്സിസിന്റെ തന്നെയാകണം. വളരെ രഹസ്യമായിട്ടാകണം ഒരുപക്ഷെ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക. പോരാത്തതിന് ആ 4 കുഞ്ഞുങ്ങളും ഒരമ്മ പെറ്റ കുഞ്ഞുങ്ങളാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തന്നെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ അമ്മ അലക്സിസ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഒരുപക്ഷെ അവൾ ഗർഭിണിയാണെന്ന കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ലൂസായ വസ്ത്രങ്ങൾ ധരിച്ചത്? അതുകൊണ്ടായിരിക്കും കമ്പനിയിലുള്ളവർ പോലും അവൾ ഗർഭിണിയാണെന്ന കാര്യം അറിയാതിരുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് വീണ്ടും പോലീസുകാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചു. തീർച്ചയായും അങ്ങനെ ആകാൻ സാധ്യതയേയില്ല. കാരണം അലക്സിസ് അങ്ങനെ ലീവ് എടുത്തിട്ടില്ലല്ലോ. എല്ലാ ദിവസവും ഓഫീസിലേക്ക് വരും. നിങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൾ ഗർഭിണിയാണെങ്കിൽ ഇത്രയും വർഷത്തിനിടയിൽ ഒന്നുമില്ലെങ്കിൽ ആ ഡെലിവറി സമയത്തെങ്കിലും മിനിമം 5 ദിവസത്തെ ലീവെങ്കിലും അവൾ എടുത്തിട്ടുണ്ടാകണം. പക്ഷെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ലീവ് അവൾ എടുത്തിട്ടേയില്ല.
വർഷത്തിൽ കൂടിപ്പോയാൽ 1-2 ദിവസം. അതും ആ ലീവുകൾ പ്രത്യേകം മാത്രമേ എടുത്തിട്ടുമുള്ളൂ. ഇത് കേട്ട പോലീസുകാർക്ക് വീണ്ടും വല്ലാത്ത ആശയക്കുഴപ്പം. ഇതിന് ഉത്തരം അലക്സിന്റെ പക്കൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ വീണ്ടും അലക്സിനോട് ചോദിക്കാം എന്നവർ തീരുമാനിച്ചു. അന്വേഷണം വീണ്ടും അലക്സിലേക്ക് പോകുന്നു. ഈ 4 കുട്ടികൾ ആരാണ്? സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? സത്യമൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. എന്നാൽ പോലീസുകാർക്ക് ഒരു ഘട്ടത്തിന് ശേഷമാണ് മനസ്സിലായത് അലക്സിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന്. കാരണം അലക്സിസ് ആ സമയം വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. വർഷങ്ങളായി അലക്സിസ് ഒറ്റയ്ക്ക് ജീവിച്ചതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത് കാരണം അവൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ പോലീസുകാർ ഉടൻ തന്നെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചികിത്സയിലൂടെ പോലീസുകാർ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അലക്സിന് മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം പോലും ഓർമ്മയില്ല. ഈ 4 കുഞ്ഞുങ്ങളും അലക്സിന്റേതായിരിക്കുമെന്ന് പോലീസുകാർ ഊഹിച്ചു. പക്ഷേ അതിനെ സ്ഥിരീകരിക്കാൻ അലക്സിന്റെ DNA-യും കുഞ്ഞുങ്ങളുടെ DNA-യും ഒരുമിച്ച് പരിശോധിച്ചു. അത് രണ്ടും 100% മാച്ച് ആവുകയും ചെയ്തു. അപ്പോ അലക്സിന്റെ കുഞ്ഞാണ് ഈ 4 പേരും. പിന്നെ എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ അവൾ ഫ്രീസറിനുള്ളിലാക്കണം? ഒരു പക്ഷേ കുഞ്ഞുങ്ങളെല്ലാം ജനിച്ചപ്പോ തന്നെ മരിച്ചായിരിക്കുമോ വന്നത്? അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാതെ അവരെ ഫ്രീസറിനുള്ളിലാക്കിയതാണോ? കുഞ്ഞുങ്ങൾ ഒരിക്കലും തന്റെ പക്കൽ നിന്നും ദൂരേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമോ അവൾ അങ്ങനെ ചെയ്തത്? ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ മരിച്ചതുകൊണ്ടായിരിക്കുമോ അലക്സിന് ഈ മാനസിക വിഭ്രാന്തി ഉണ്ടായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പോലീസിന്റെ മനസ്സിൽ വരുന്നു. എന്തായാലും ഉത്തരമൊന്നും എവിടെ നിന്നും ലഭിക്കുന്നില്ല. അപ്പോ ഇനിയുള്ള ഒരേയൊരു വഴി കുഞ്ഞുങ്ങളുടെ അച്ഛൻ. അവൾ ഗർഭിണിയാണെന്ന കാര്യം അവൾ എന്തുകൊണ്ട് കുടുംബക്കാരിൽ നിന്നും ഓഫീസിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും മറച്ചുവെക്കണം? അലക്സിന്റെ വീട് പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ? അങ്ങനെ അവർ നേരിട്ട് അലക്സിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 1982 അലക്സിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അലക്സിസ് ആയിരുന്നു സൈൻ ചെയ്തിരുന്നത്. എന്നാൽ ആ പെൺകുഞ്ഞ് ജനിച്ച കുറച്ച് ദിവസത്തിൽ ആ കുഞ്ഞിനെ മറ്റൊരാൾക്ക് അവൾ അഡോപ്റ്റ് ചെയ്തു. അതിന്റെ സർട്ടിഫിക്കറ്റും പോലീസുകാർക്ക് ലഭിച്ചു. കൂടെ തന്നെ അവർക്ക് മറ്റൊരു ക്ലൂ ലഭിച്ചു. ആ സർട്ടിഫിക്കറ്റിൽ അച്ഛൻ എന്ന പേരിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നീടുള്ള അന്വേഷണത്തിൽ പോലീസുകാർക്ക് അച്ഛനെന്ന് സൈൻ ചെയ്ത ആ വ്യക്തിയുടെ DNA ലഭിക്കുന്നു. ആ DNA-യും ഈ 4 കുഞ്ഞുങ്ങളുടെ DNA-യും പരിശോധിച്ചു, മാച്ച് ചെയ്ത് നോക്കി. അതും 100% മാച്ചായി. അച്ഛൻ ഇയാൾ തന്നെയാണ്. ഇപ്പൊ പോലീസുകാർക്ക് ഒരല്പം ആശ്വാസമായി. അച്ഛൻ ആരാണെന്ന് കണ്ടെത്തി. അയാളെ ചോദ്യം ചെയ്താൽ തീർച്ചയായും നമുക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. അങ്ങനെ പോലീസുകാർ ഒരു വശത്ത് ആ അച്ഛനെ തിരയുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം മനസ്സിലായത്. ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ 2011 ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം മരിച്ചു. പോലീസുകാർക്ക് അവസാനമായി ഉണ്ടായിരുന്ന ആ ഒരു വഴി അതും അടഞ്ഞു. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ട ഒരാൾ മരിച്ചു, മറ്റൊരാൾക്കാണെങ്കിൽ മാനസിക പ്രശ്നം. ഈ കേസിനെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച പോലീസുകാർ എത്രയൊക്കെയോ ശ്രമിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചുവെന്ന് അവസാനം വരെയും അവർക്ക് കണ്ടെത്താനേ സാധിച്ചില്ല. അങ്ങനെയൊരു കേസ് കോടതിയിലേക്ക് പോകുന്നു. കുഞ്ഞുങ്ങൾ മരിച്ചാണോ ജനിച്ചത്, അതോ ജനിച്ചതിന് ശേഷമാണോ അവരെ കൊന്നത്, അല്ലെങ്കിൽ അവർ മരിച്ചത്? ഈ സത്യം അറിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാളെ കുറ്റവാളി എന്ന് കരുതി അറസ്റ്റ് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് അലക്സിനെ റിലീസ് ചെയ്യുന്നു. കാരണം അവരാ കൊലപാതകം ചെയ്തു എന്നുള്ളതിന്റെ യാതൊരു തെളിവും അവരുടെ പക്കൽ ഇല്ല. പറഞ്ഞു വന്നാൽ പോലീസുകാർക്കും ചുറ്റുമുള്ളവർക്കും അവിടെ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. ഇപ്പോ ഈ ഒരു കേസിലെ ഒരേയൊരു പ്രത്യാശ അലക്സിസ് മാത്രമാണ്. അവൾക്ക് വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം. ശരിയായ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ആ 4 കുഞ്ഞുങ്ങൾക്കും എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇന്നുവരെയും ഈ ഒരു കേസ് അൺസോൾവ്ഡ് ആയ കേസാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മറ്റെന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുമോ? അലക്സിസ് തന്നെയായിരിക്കുമോ ആ കുഞ്ഞുങ്ങളെ കൊന്നത്? അല്ലെങ്കിൽ ജനിച്ചപ്പോ തന്നെ ആ കുഞ്ഞുങ്ങൾ മരിച്ചാണോ വന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.